ജയിലിൽ നിന്നും വന്നതിന് ശേഷം ആകെ ടയർഡായിരുന്നു ഗബ്രി. റെസ്റ്റൊക്കെ കഴിഞ്ഞ് എണീറ്റ് വരുന്ന ഗബ്രി കാണുന്നത് നോറയും അപ്സരയും ശരണ്യയും എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നതാണ്. അവരുടെ കൂട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഗബ്രി. പിന്നീട് സംസാരിക്കുന്നു. ഇന്നലെ അനുഭവിച്ചതായിരുന്നു യഥാർത്ഥ ജയിൽ ശിക്ഷ. എന്തൊരു പാടായിരുന്നെന്നോ. ആ അരി അത് ആ കല്ലിലിട്ട് അതും വെള്ളം പോലും ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞാനത് ചെയ്യാൻ ശ്രമിച്ചത്. എൻ്റെ നടുവൊക്കെ ആകെ വേദന എടുക്കുകയായിരുന്നു. നോറ എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും എനിക്കതെങ്ങനെയും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചു. ഞാൻ മാറി കിടന്നു. ആ സമയത്ത് നോറ അരി ഇങ്ങനെ പൊടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങിപ്പോയ ഞാൻ രാവിലെ ഉണരുമ്പോൾ കാണുന്നത് അപ്പോഴും നോറ അവിടെ ഇരുന്നിട്ട് അത് അരക്കുന്നതാണ്. ഞാൻ സത്യത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നോറയോട് പറഞ്ഞിരുന്നു, കുറച്ചാകുകയും നീ ക്ഷീണിക്കുമ്പോൾ എന്നെ വിളിക്കണമെന്ന്. പക്ഷേ നോറ എന്നെ വിളിച്ചില്ല. അവൾ ഒറ്റയ്ക്ക് തന്നെ ആ അരി അരച്ച് എന്നെ സഹായിക്കാനാണ് ശ്രമിച്ചത്. അപ്പോഴേക്കും നോറ പറയുന്നു, ഇല്ല ഞാൻ കുറച്ച് ഉറങ്ങിയായിരുന്നു. കുറച്ച് ഉറങ്ങിയതിന് ശേഷം പിന്നെ പണിഷ്മെൻ്റ് ഇല്ല, അത് ചെയ്ത് തീർക്കണ്ടേ എന്ന് പറഞ്ഞ് ഇരുന്ന് അരക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നിങ്ങനെ നോറയും പറയുന്നു. എന്തായാലും വലിയ പണിഷ്മെൻ്റായി പോയി. എന്തൊരു പാടായിരുന്നു, എന്ത് വേദന എന്നൊക്കെ ഇങ്ങനെ ഗബ്രി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് ജാസ്മിൻ വരുന്നു. നോറ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ജാസ്മിൻ അങ്ങോട്ടേക്ക് കയറുന്നില്ല. അവിടെ നിന്നുകൊണ്ട് ഗബ്രിയെ വിളിക്കുകയാണ്. ഗബ്രി, നീ വരുന്നുണ്ടോ? ഞാൻ പോവുകയാണ് എന്ന് പറയുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന ഗബ്രി, നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ജാസ്മിനെ അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പോഴേക്കും ജാസ്മിൻ അങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ ശരണ്യ പറയുന്നു, ചെല്ല്, സ്നേഹം കൊണ്ടല്ലേ വിളിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ഗബ്രി അതൊന്നും മൈൻഡാക്കാതെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കാം ഗബ്രി ജാസ്മിനെ ഒഴിവാക്കി തുടങ്ങിയെന്ന്. ശരിക്കും ഗബ്രിക്ക് ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ തന്നെയാണ് അപ്പോൾ പെരുമാറുന്നത്. ഗബ്രിയോട് മറ്റേ കാര്യം ജാസ്മിൻ തുറന്നു പറയാത്തത് കൊണ്ട് തന്നെയായിരിക്കാം ഗബ്രി ഈ ഒരു അകലം കാണിക്കുന്നത്. ഇവർ തമ്മിൽ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നമുണ്ടാകുമെന്ന് കണ്ടറിയാം.